നരേന്ദ്രമോദിയെ മുൻനിർത്തിയായിരിക്കും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിടുക എന്ന് ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നു. മോദിയെ മുന്നിൽ നിർത്തിയുള്ള പ്രചാരണം ആരംഭിക്കുന്നതിന് മുൻപ് രാജീവ് ചന്ദ്രശേഖർ ഈ ചോദ്യങ്ങൾക്ക് മറുപടി നൽകണം. 1. മോദിയും ബി.ജെ.പി. ഭരണവും കേരളത്തെ സഹായിക്കാൻ കഴിഞ്ഞ 11 വർഷം എന്തു ചെയ്തു? 2. 2016 നവംബർ 8 നോട്ട് നിരോധിച്ചപ്പോൾ കള്ളപ്പണം മുഴുവൻ തിരിച്ചെത്തുമെന്ന് പറഞ്ഞിരുന്നു. എത്ര കള്ളപ്പണം തിരിച്ചെത്തി? To break the grip of corruption and black money, we have decided that the 500 rupee and 1000 rupee currency notes presently in use will no longer be legal tender from midnight to night, that is 8th November 2016. 3. നോട്ട് നിരോധനം തീവ്രവാദ പ്രവർത്തനം അവസാനിപ്പിക്കാനാണെന്നും മോദി പറഞ്ഞു. തീവ്രവാദ പ്രവർത്തനം അവസാനിച്ചോ? പിന്നെ എങ്ങനെ പഹൽഗാം അടക്കം സംഭവിച്ചു? 4. വിദേശത്തുള്ള കള്ളപ്പണം മുഴുവൻ പിടിച്ചെടുത്തു കൊണ്ടുവന്ന് ഇന്ത്യയിലെ ഓരോ പൗരന്മാർക്കും 15 ലക്ഷം വീതം അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കും എന്ന് പറഞ്ഞു. രാജ്യത്ത് ഇങ്ങനെ എത്ര പേർക്ക് അവരുടെ അക്കൗണ്ടുകളിൽ 15 ലക്ഷം വീതം നിക്ഷേപിച്ചു കൊടുത്തു? 5. 2014 പറഞ്ഞു 2 കോടി യുവാക്കൾക്ക് തൊഴിൽ നൽകുമെന്ന്. എത്ര കോടി തൊഴിൽ നൽകിയെന്ന് പറയണം. 6. 2014 മോദി അധികാരത്തിൽ വരുമ്പോൾ രാജ്യത്ത് പെട്രോൾ ലിറ്ററിന് 72 രൂപയായിരുന്നു. ഇത് 50 രൂപയായി കുറയ്ക്കും എന്നാണ് അന്ന് മോദി പറഞ്ഞത്. ഇതുവരെ പെട്രോളിന് എത്ര രൂപ കുറച്ചു? 7. 2024 ജൂലൈ 30 വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തമുണ്ടായപ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിൽ മോദി സംഭവസ്ഥലം സന്ദർശിച്ച് എല്ലാം തകർന്ന ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന കുട്ടികൾക്ക് മുത്തവും നൽകി തിരിച്ചുപോയി. കേന്ദ്രം കൂടെയുണ്ടെന്നും എല്ലാ സഹായവും കേന്ദ്രം കേരളത്തിൽ നൽകുമെന്നും പറഞ്ഞു. ഇപ്പോൾ 1.5 വർഷമാകുന്നു. എന്തു നൽകി? 15 മാസം കഴിയുമ്പോൾ നൽകിയത് കേവലം 261 കോടി. കേരളം 2660 കോടി ചോദിച്ചപ്പോഴാണ് 261 കോടി മാത്രം നൽകിയത്. ഇതേസമയം ബീഹാറിനും ആന്ധ്രയ്ക്കും ഛത്തീസ്ഗഡിനും തമിഴ്നാടിനുമൊക്കെ ആയിരക്കണക്കിന് കോടിയുടെ സഹായം നൽകിയപ്പോഴാണ് കേരളത്തിന് ഇത്രയും തുച്ഛമായ തുക മാത്രം നൽകിയത്. രാജീവ് ചന്ദ്രശേഖർ ഇതെങ്ങനെ ന്യായീകരിക്കും? 8. കേരളത്തിന്റെ കടമെടുപ്പ് പരിധി 10ാം ധനകാര്യ കമ്മീഷന്റെ കാലത്തുണ്ടായിരുന്ന 3.92% നിന്ന് 15ാം ധനകാര്യ കമ്മീഷന്റെ കാലമായപ്പോൾ 1.86% വെട്ടിക്കുറച്ചു. ഇതുമൂലം പ്രതിവർഷം 20,000 കോടി മുതൽ 25,000 കോടി വരെ കേരളത്തിൽ നഷ്ടപ്പെട്ടു. എന്തു പറയുന്നു രാജീവ് ചന്ദ്രശേഖർ? 9. ഈ സാമ്പത്തിക വർഷത്തിലെ അവസാന പാദത്തിലെ കടമെടുപ്പ് പരിധിയിൽ 5,900 കോടി കേന്ദ്രം വെട്ടിക്കുറച്ചു. എന്താണിതിന് ന്യായീകരണം? 10. കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചത് ക്ഷേമ പെൻഷൻ വിതരണത്തെ അടക്കം ബാധിക്കുമെന്ന സ്ഥിതിയായി. താങ്കൾക്ക് ഒരു വിഷമവും തോന്നുന്നില്ലേ? 11. 2017 ജൂലൈ 1 മുതൽ GST നടപ്പാക്കിയതോടെ അതിന്റെ 50% സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ടതാണ്. ഇങ്ങനെ അർഹതപ്പെട്ട 50% GST വിഹിതം എന്തേ കേരളത്തിന് സമയബന്ധിതമായി നൽകുന്നില്ല? 12. നെൽ കർഷകരെ സഹായിക്കാനായി നെല്ല് സംഭരണം നടത്തുമ്പോൾ സംസ്ഥാന ഗവൺമെന്റ് മുൻകൂറായി കർഷകർക്ക് പണം നൽകി വരുന്നു. കേന്ദ്രം നൽകേണ്ട പണം എന്തുകൊണ്ട് കേരളത്തിന് കൃത്യമായി നൽകുന്നില്ല? 13. ഐതിഹ്യങ്ങളിൽ പറയുന്നത് പോലെ കുറെ കാലമായി കേരളത്തിന് എയിംസ് നൽകുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തേ ഇപ്പോഴും നമുക്ക് എയിംസ് തരുന്നില്ല? 14. തൊഴിലുറപ്പ് നിയമം അട്ടിമറിച്ച് ഭേദഗതി ചെയ്തതുമൂലം ഏറെ ക്ലേശം അനുഭവിക്കുന്ന തൊഴിലുറപ്പ് തൊഴിലാളികളുള്ള കേരളത്തിലെ പാവപ്പെട്ടവരെ താങ്കൾ എന്തു പറഞ്ഞാണ് ഇക്കാര്യം ബോധ്യപ്പെടുത്തുക? 15. മൊത്തത്തിൽ ഭരണഘടനയിൽ പറയുന്ന സാമ്പത്തിക ഫെഡറലിസം അനുച്ഛേദം 268 മുതൽ 293 വരെ മോദി ഭരണം അട്ടിമറിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന് എന്താണ് താങ്കളുടെ മറുപടി?